വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. എല്ലാ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും നമ്മുടെ ജന്മരഹസ്യങ്ങളെ ഒളിച്ചിരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. ശുക്രൻ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്. പിന്നെ നമ്മൾ ഈ വ്യാഴത്തിൻ്റെ കാരണം ശുക്രനും കൂടെ മാറുന്നുണ്ട്. ഈ ഒരു വ്യാഴമാറ്റത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശുക്രനെ കൂടെ ഇവിടെ പിടിച്ചിരുന്നത്. ഇങ്ങനെ ഒരു വെറുതെയാട്ടി വന്നു കഴിഞ്ഞാൽ ആൾ ജീവിതത്തിൽ ഒരു 67 വയസ്സ് വരെ ജീവിച്ചിരിക്കും. മിനിമം പറയുന്നത് 67 അല്ല, എബോവ് 70. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം. നല്ല പ്രണയബന്ധങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധങ്ങൾ ഒരുപാട്. അപ്പം ഈ വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ദൈർഘ്യമുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ രാജേഷ് താന്നിക്കലാണ്. നമസ്തേട്ടാ. നമസ്കാരം. അസ്ട്രോ ഗുരു. അപ്പോൾ എനിക്ക് തോന്നുന്നു അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവിധ കാര്യങ്ങൾ അങ്ങ് കൈകാര്യം ചെയ്യുന്നുണ്ട്. മൊബൈൽ അസ്ട്രോളജി ആണെങ്കിലും അങ്ങനെ വ്യത്യസ്ത തലങ്ങൾ, ഭൃഗുനാഴി അസ്ട്രോളജി, അങ്ങനെ പല നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുള്ള പല അസ്ട്രോളജികളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും വ്യാഴമാറ്റത്തിൻ്റെ സമയമാണ്. നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. വ്യാഴമാറ്റവും ശുക്രമാറ്റവും എങ്ങനെയാണ് എല്ലാവരെയും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. എല്ലാ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും സൃഷ്ടിയുടെ ഗ്രഹമാണ്. എല്ലാ ഉൽപ്പത്തിയെയും സൃഷ്ടിച്ചേക്കുന്ന വ്യാഴമാണ്. എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ഈ പ്രപഞ്ച രഹസ്യങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്ന വ്യാഴത്തിലാണ്. അപ്പോൾ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇവിടെ ഒരു ഉൽപ്പത്തിയുടെയും എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ജീവഗ്രഹമാണ്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് ഇപ്പം വേദിക് അസ്ട്രോളജി അവിടെ ചന്ദ്രനെ നോക്കിയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. KP അസ്ട്രോളജി ചന്ദ്രനെ നോക്കിയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബൃഹനാടിയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴത്തെ നോക്കിയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ജന്മരഹസ്യങ്ങളെ ഒളിച്ചിരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴവും അടുത്ത ശുക്രന്. വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ്, സൃഷ്ടിയുടെ ഗ്രഹമാണ്. നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ ചൈൽഡ് ബർത്ത്, കുട്ടികൾക്ക് ജന്മം നൽകുന്നത് എല്ലാം വ്യാഴം അറിയാതെ ഒരു സൃഷ്ടി ഈ ഭൂമിയിലില്ല. അടുത്ത നോക്കുമ്പോൾ ശുക്രൻ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്. പിന്നെ നമ്മൾ ഈ വ്യാഴത്തിൻ്റെ കാരണം ശുക്രനും കൂടെ മാറുന്നുണ്ട്. ഈ ഒരു വ്യാഴമാറ്റത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശുക്രനെ കൂടെ ഇവിടെ പിടിച്ചിരുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വ്യാഴം മാറുന്ന ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെയും എല്ലാ ഗ്രഹങ്ങളുടെയും സൃഷ്ടിയുടെ ഒരു ഗ്രഹമാണ്. കാരണം വ്യാഴമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വലിയ സമ്പത്ത്, അതുപോലെ ഒരു കല്യാണം ഒരു കുട്ടിക്ക് നടക്കണമെന്നൊരു വ്യാഴം അറിയാതെ നടക്കത്തില്ല. വ്യാഴം മാത്രമല്ല, ശനിയും ചിലതുകൊണ്ട് അത് ശനി പലതും ഡിലേ ആക്കും. എന്നാലും വ്യാഴത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവഗ്രഹമാണ്. മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെന്ന് വരിയിലെ കറണ്ട് പൊസിഷനിലെ നമുക്ക് എല്ലാം വാരിക്കോരി തരാൻ ശുക്രന് കഴിവുണ്ടെന്നൊരു ആ വ്യാഴത്തിൻ്റെ കോമ്പിനേഷൻ ഇല്ലാതെ ശുക്രന് തന്നെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ശുക്രൻ്റെ കൂടെ പറയാൻ കാരണം ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇന്ന് കർക്കിടകൻ രാശിയിലോട്ട് മാറുക. അതേസമയം ഈ 8-ാം തീയതി ശുക്രന് മാറുന്നു. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തിൻ്റെയും ഒരുപാട് ഐശ്വര്യത്തിൻ്റെയും ബാറ്, ഡാൻസ്, ഗേൾസ്, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം ഈ ഭൂമിയിലുള്ളതെല്ലാം ഈ പറയുന്ന ശുക്രനാണ്. അതുപോലെ വീടിൻ്റെ റേഡിയേഷൻ, ഒരാൾക്കൊരു വീട് വേണം. ശുക്രൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു വീട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുകയില്ല. ഒരു വണ്ടി വേണം, പറ്റത്തില്ല. ശുക്രൻ അറിയാതെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഒരു ബർത്ത് പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ 5 ഡിഗ്രിയിൽ അറ്റ്ലീസ്റ്റ് ശുക്രനെ അലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ആളിന് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ബർത്ത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ കാണും. നമുക്ക് വേദിക് അസ്ട്രോളജിയിലൊന്നും അത് പറയുന്നില്ല. കാരണം അതിൻ്റെ പേര് സഞ്ജീവനി യോഗ എന്നാണ്. ഇങ്ങനെ ഒരു ബർത്ത് ചാർട്ട് വന്നു കഴിഞ്ഞാൽ ആ ആൾ ജീവിതത്തിൽ ഒരു 67 വയസ്സ് വരെ ജീവിച്ചിരിക്കും. മിനിമം പറയുന്നത് 67 അല്ല, എബോവ് 70. പിന്നെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും ബാധിക്കത്തില്ല. പിന്നെ ത്രൂ ഔട്ട് ലൈഫ് റിച്ച് ആയിരിക്കും. ഇതല്ലേ അടുത്ത വേറെ പല രീതിയിൽ റിച്ച് ആയിരിക്കും. പിന്നെ മൾട്ടിപ്പിൾ ഹൗസ് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നതാണ് വ്യാഴവും ശുക്രനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ വരുന്നത്. ഈ വ്യാഴം അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയായിരിക്കും? വ്യാഴത്തിൻ്റെ അനുകൂല നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് അധികം ശത്രുക്കളില്ല. മിക്കവാറും വ്യാഴത്തിനുള്ള അനുകൂല നക്ഷത്രങ്ങളാണ്. പക്ഷേ ഒരു പല കേസിൽ ഇപ്പം കേതു കണക്ഷൻ ആകുമ്പോൾ പല രീതിയിലുള്ള ലൈഫ് ടൈമുള്ള പല ഇമ്പാക്റ്റുകളുണ്ടാകും. രാഹു കണക്കാണെന്നൊരു മൾട്ടിപ്പിൾ ഡിസീസ് വന്നിരിക്കും.
മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല രീതിയിലുള്ള ജീവിതത്തിൽ ത്രൂഔട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അതേസമയം ചൊവ്വ കണക്ഷൻ വരുവാണെങ്കിൽ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം. വീനസും ഇപ്പം പറഞ്ഞ ശുക്രനും വ്യാഴവും കൂടാണ് പറഞ്ഞത്, അതായത് ജൂപ്പിറ്റർ. അപ്പൊ ഈ പറഞ്ഞ ഒരു കോമ്പിനേഷനകത്ത് തന്നെ രാഹു കണക്ട് ആകും. രാഹു എന്ന് പറഞ്ഞാൽ നല്ല രാഹു ഉണ്ട്, അഴുക്ക് രാഹു ഉണ്ട്. നല്ല രാഹു എന്ന് പറഞ്ഞാൽ 3, 6, 10, 11 ഇങ്ങനൊക്കെ ഉള്ള നല്ല രാഹു. ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനകത്ത് രാഹു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 159, 2610, 371148 അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിളിൽ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ആള് മൾട്ടിപ്പിൾ ഹൗസ് വാങ്ങിക്കളയുമാണ്. അതായത് ഈ വീനസ്, അതായത് ശുക്രനാണ്, പിന്നെ വ്യാഴം, രാഹു, നല്ല രാഹു കൂടെ നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ 3 ഹൗസ്, 6 ഹൗസ്, 9 ഹൗസ് അങ്ങനെ പോകുന്നു ആ കോമ്പിനേഷൻ. ഇതേ സമയം ഇപ്പം ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു, മെർക്കുറി, അതായത് ബുധനും ഈ ഒരു ഇങ്ങനെ ബുധനും ശുക്രനും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്നിടത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ആയെങ്കിൽ നല്ല രാഹു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് 100% കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, അത് മൾട്ടിപ്പിൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. ഇത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ഈ ചൊവ്വയെ പറ്റി. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസ്. അപ്പൊ ഈ ചൊവ്വ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പൊ ഈ പറയുന്ന ശുക്രനല്ല വ്യാഴവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നിടത്ത് നല്ല രാഹുവായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാൻഡർ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് റിച്ച് ആയിരിക്കും. സാർ, ഇതിൽ ഏതൊക്കെ രാശികൾക്കാണ് ഇതൊരു അനുകൂലമായിട്ട് വരാൻ പോകുന്നത്? വ്യാഴം കൊണ്ടും ശുക്രം കൊണ്ടും ഈ ഒരു മാസത്തിന് എല്ലാവർക്കും മീൻസ് പല ആൾക്കാർക്കും പ്രയോജനമുണ്ട്. പ്രത്യേകിച്ച് ഈ ശുക്രനും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന കഥ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ എന്നൊരു ശുക്രന് അധികം താമസിക്കാതെ തന്നെ അവിടുന്ന് ആ രാശിയിൽ നിന്ന് മാറും. കാരണം ലെസ് 1 മന്തേ ഉള്ളൂ ശുക്രന് ഒരു രാശി നിൽക്കുന്നത്. പക്ഷെ എന്നൊരു വ്യാഴം എന്ന് പറഞ്ഞാൽ 1 ഇയറാണ് നിൽക്കുന്നത്, ഒരു വർഷക്കാലഘട്ടത്തില്. അതായത് നമുക്ക് 12 സോഡിയാക് സൈനാണുള്ളത്. കർക്കിടകൻ രാശി നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഓരോന്ന് പറയുന്നതായിട്ട് പറയാം. കർക്കിടകൻ രാശിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടാൻ, ഒരുപാട് കോൺഫിഡൻസ് തിരിച്ചു വരാൻ, അല്ലെന്നൊരു ചില പ്രസംഗിക്കാനുള്ള കഴിവ്, എന്തും തുറന്നു പറയാനുള്ള കഴിവ്, മാത്രമല്ല ഇവർക്ക് നല്ല പ്രണയബന്ധങ്ങളുണ്ടാകും. നല്ലതെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിചാരിക്കാത്ത ഈ ഒരു ഇതിനൊരു പ്രത്യേകതകളുണ്ട് ഈ വ്യാഴമാറ്റം. അതായത് ഇവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പല രീതിയിലുള്ള ഈ പറഞ്ഞ ചൈതന്യം, എന്തും തുറന്നു പറയാനും അംബീഷ്യസ് ആകാനും ഒക്കെ ഉള്ളതും, ചില പ്രണയബന്ധങ്ങൾ ഒരുപാട് നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് തുറന്നു പറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാരും അത് തുറന്നു പറയാനും ആ പ്രണയം സാക്ഷാത്കരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പ്രത്യേകിച്ച് കർക്കിടകൻ രാശിക്കാർക്ക്. പിന്നെ ഈ കർക്കിടകൻ രാശിയിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണ്? കർക്കിടകൻ രാശിയിൽ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണർദം, പൂയം, ആയില്യം, അതായത് പുണർദത്തിന്റെ ഒടുവിലത്തെ ഒരു പാദം, പിന്നെ പൂയം, ആയില്യം, ഈ 3 നാളുകളാണ്. അതായത് ഇതിന്റെ എല്ലാ നാളിനും 4 പാദമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പാദവും പുണർദത്തിന്റെ ഒടുവിലത്തെ ഒരു പാദം, പൂയം, ആയില്യം, ഇങ്ങനെ 4 നാളുകളാണ്. ഇത് നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇത് രാശി വെച്ചിട്ടുള്ള പരാമർശം. കാരണം നമുക്ക് നമ്മുടെ ബർത്തിയാട്ടിലെ ഗ്രഹങ്ങളുണ്ട്, ആ ഗ്രഹങ്ങളുടെ മേളിൽ കൂടെ ഗ്രഹം പാസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 100% അതിന് ഫലം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യാഴത്തിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അതുകൂടെ പറയാം. കാരണം ചില ആൾക്കാർ വിചാരിക്കുക എനിക്ക് ഈ പറഞ്ഞതിനകത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടല്ലോ, മാറുകയല്ല. കാരണം രാശി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് ലഗ്നമല്ലെന്ന രീതിയിൽ ഈ പറയുന്ന വ്യാഴത്തെയോ അല്ല വ്യാഴത്തിൻ്റെ മേളിൽ വ്യാഴം കൂടെ പാസ് ചെയ്യുന്ന സമയത്താണെന്നൊരു 100% റിസൾട്ട് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും, അതുപോലെ പ്രത്യേകിച്ച് ഈ സ്പെക്കുലേറ്റീവ് ഗെയിൻ, അതായത് ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത, ട്രേഡിങ് ചെയ്യുന്നവർക്ക് ബിറ്റ്കോയിന് അല്ല ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫോറക്സ് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതേമാതിരി ഈ കർക്കിടകൻ രാശിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത്. പല രീതിയിലുള്ള ഈ പറഞ്ഞതായിട്ടുള്ള നല്ലതായിട്ടുള്ള ഇത് വരാനും, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇപ്പം പഴയ കടങ്ങളൊക്കെ കാണും, കിട്ടാക്കടങ്ങളുണ്ട്. അങ്ങനെ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ലോങ് ടേം ക്രെഡിറ്റുകൾ കിട്ടാനുള്ള ഒരു സാധ്യത,
അതുപോലെ നല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഉണ്ടാകാൻ, നല്ല പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേമാതിരി എന്താ പറയണ്ട, നമുക്ക് ഈ കല്യാണമൊക്കെ കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹാലോചനകൾ തേടി വരാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ വളരെ അനുകൂലമായിട്ടും, പിന്നെ ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വെളിയിൽ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വന്ന് കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പിന്നെ നല്ല സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫ് നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുമാത്രമല്ല, ഇവരെ പറ്റി പറയാനാണ് ഇനിയുണ്ട്. വീടില്ലാത്തവർക്കും വീട് വെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പുതിയ വീട്, വണ്ടി, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, ഫ്ലാറ്റ് വാങ്ങിക്കാൻ, ഇതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ശുക്രനോട് നിൽക്കുന്നതുകൊണ്ട് വീടൊക്കെ പോലും വാങ്ങിക്കാനൊക്കെ ഉള്ള, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ. പിന്നെ ഒരു കാര്യം പറയുകയാണ്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി എന്ന് പറയട്ടെ. അതൊരു സയൻസാണ്, സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനെ നമുക്ക് നോക്കും, വ്യാഴത്തിൻ്റെ കാലപ്പഴക്കം, വ്യാഴത്തിൻ്റെ ഇത് നോക്കണം. നമ്മളിപ്പം അതായത് പറഞ്ഞിരുന്നു 1 year ആണെന്ന് പറഞ്ഞിരുന്നു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ട്രാൻസിഷൻ നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു 12 വയസ്സാകുമ്പോൾ 12 വയസ്സ്, പിന്നെ അടുത്ത വരുമ്പോഴത്തെ റൗണ്ട് 24 വയസ്സ്, പിന്നെ 36 റൗണ്ട്. 36-ലെ ഒരു കേസിൽ തന്നെ പല ആൾക്കാർക്കും ബാങ്ക് ബാലൻസ് പോലും കാലിയാകുന്ന ഒരു ഏജാണ് 36 എന്ന് പറഞ്ഞാൽ. പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നേ അവരാ ഒരു സമയമാകുമ്പം വീട് വെക്കും, വണ്ടി വാങ്ങിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ബാങ്ക് ബാലൻസ് കാലിയാകും. അങ്ങനെ പറഞ്ഞ മാതിരി. പക്ഷെ ഇതിൻ്റെ ഇതുകൂടെ കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഏജ് ഫാക്ടേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ഇന്ന പ്രഡിക്ഷൻ വന്നു, വീട് വാങ്ങിക്കാൻ പറ്റുന്ന സമയമാണ്, അല്ല വണ്ടി വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്കതൊന്നും നടന്നിട്ടില്ല. ചില ആൾക്കാർ നമ്മൾ ഈ ചാനലിൽ ഇത് കേട്ടിട്ട് വേണമെന്ന് ചീത്ത പറയുന്നതാണ്. അങ്ങനല്ല, ഇതിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അസ്ട്രോളജീസിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പ്ലാനിങ്, പ്രയോറിറ്റേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇത് ഒരു പ്യുവർ സയൻസാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? വൃശ്ചിക രാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഡയറക്റ്റ് ഒരു കണക്ടിവിറ്റി കിട്ടിയേക്കുന്ന 4 നാളുകളെയാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന നാളുകളെന്ന് പറഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കേട്ട. വിശാഖത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം, അനിഴം, തൃക്കേട്ട, ഇത്ര നാളുകളാണ് ഈ പറയുന്ന വൃശ്ചിക രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പല രീതിയിൽ ചിലപ്പോൾ അവരുടെ സഹോദരങ്ങളെ അല്ലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. ചില ആൾക്കാർ വിദേശത്തൊക്കെ സഹോദരങ്ങളൊക്കെ കാണും, അവരൊക്കെ ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ കണ്ടുമുട്ടാം. അതേമാതിരി നമ്മൾ ചിലപ്പോൾ ആൾക്കാർക്ക്, ഈ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക്, വൃശ്ചിക രാശിക്കാർക്ക് പാർട്ടീഷനൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഒക്കെ വീതം വെച്ചിട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ. അടുത്ത നമ്മൾ നോക്കുന്നത് മകരൻ രാശിയാണ്. മകരൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടത്തിൻ്റെ ഒരു 3 പാദങ്ങൾ, 2, 3, 4 അങ്ങനെ 3 പാദങ്ങൾ, പിന്നെ തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി, തിരുവോണത്തിൻ്റെ ഫുള്ള്, ഇത്ര അതിനകത്ത് നാളുകൾ വരുന്നത്. അപ്പോൾ ഈ നാളുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനും, ഈ നേരത്തെ ഉള്ള നാളുകളിൽ പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ടൊരു 4 രാശിക്കാരെ എടുത്തിട്ട് പറയുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനും എന്തും തുറന്നു പറയാനുള്ള ഒരു കഴിവ് കിട്ടാൻ, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ. അതുമാത്രമല്ല, അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല റിലേഷൻ പുലർത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നില്ല അത് തുറന്നവരോട് സംസാരിച്ച് പണക്കമൊക്കെ മാറ്റാനൊക്കെ ഉള്ളത്, സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതേമാതിരി വീടൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇതിനകത്ത് പറഞ്ഞപ്പോൾ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുമായിരുന്നു. ചില ആൾക്കാർ പറയും, എനിക്ക് വ്യാഴമാണല്ലോ, എനിക്ക് ശുക്രനാണല്ലോ, ശുക്രദശാകുമ്പോൾ ഒത്തിരി സമ്പത്ത് വാരി കിട്ടുന്നില്ല. പക്ഷെ അതാണ് വ്യത്യാസം. ഇപ്പോൾ വേദിക് അസ്ട്രോളജിയും ഞാൻ ഈ പറയുന്ന ബൃഹനാളിക്കകത്തുള്ള ഡിഫറൻസ് അതാണ്. കാരണം എന്നാണെന്നറിയാം, ഈ ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. ആദ്യമൊന്നും പറഞ്ഞായിരുന്നു, വ്യാഴവുമായിട്ട് ശുക്രനൊക്കെ കയറി കണക്ഷൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ കണക്ടിവിറ്റി മാറുന്നതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് ഫുള്ള് അതിൻ്റെ പവർ കിട്ടാത്തതായിട്ടുള്ള സാഹചര്യം ദശ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അത് കൂടാതെ ഈ രാശിക്കാർക്ക് കുറെ കൂടെ വ്യത്യസ്തമായിട്ട ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും സംഭവിക്കാനുള്ള സാധ്യത. കാരണം അത് ഫുള്ളി സാറ്റിസ്ഫാക്ഷനാണ്. ഡ്രീമിങ്
അതായത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരം. അപ്പം പല രീതിയിൽ നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാരെപ്പറ്റി ഏറ്റവും ഇതായിട്ട് പറയേണ്ടത്, എടുത്തു പറയേണ്ടത്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്ത ആൾക്കാരുണ്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട്. അവരെ ഡിസ്ചാർജ് ചെയ്യാൻ വീട്ടിൽ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ഒരു ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള അനുകൂല സമയം കൊണ്ട് പല രീതിയിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നൊരു ശമനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, ഫുൾഫിൽമെൻറ്റ് ഓഫ് ലൈഫ് ഈ പറഞ്ഞ മാതിരി പല രീതിയിൽ അനുകൂലമായിട്ടുള്ളത് ഉണ്ടാകുക മാത്രമല്ല സ്പെക്കുലേറ്റീവ് ഗെയിൻ മാതിരിയുള്ള കാര്യങ്ങൾ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് മീനൻ രാശി അടുത്ത് നോക്കാം. മീനൻ രാശിയുടെ നാളുകൾ എന്ന് ഊരുട്ടാതി, ഉത്തിട്ടാതി, രേവതി. ഊരുട്ടാതിയുടെ ഒടുവിലത്തെ ഒരു പാദം, ഉത്തിട്ടാതി, രേവതി, ഇത്ര നാളുകളാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, ആരോടും എന്തും തുറന്നു പറയാനൊക്കെ ഉള്ളൊരു സാഹചര്യം, പിന്നെ മാത്രമല്ല ഒരു പ്രസംഗിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ചില ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്രഷൻ മാതിരിയൊക്കെ ഉള്ള ഒരു സ്റ്റേജിൽ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമൊക്കെ മാറി നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം വരാൻ, മാത്രമല്ല ചില നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും അത് തുറന്നു പറയാൻ, വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയം തുറന്നു പറയാനൊരു ഇതൊരു പ്രത്യേകത ഈ ഒരു രാശിക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ, പ്രണയം തുറന്നു പറയാൻ, പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ പ്രണയബന്ധം അല്ലാതുള്ള ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടറേറ്റ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം. ഹയർ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല പെർഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും നീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ IELTS അങ്ങനെയൊക്കെ എക്സാമിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് അഡ്മിഷൻ തരപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് സംഭവിച്ചിരിക്കും. 4 രാശികളും നമ്മൾ പറഞ്ഞ ഏകദേശം ഒരേപോലെയാണ് എല്ലാത്തിലും വരുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് 4 പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. വ്യാഴമാറ്റം കൊണ്ട് ഇത്തരത്തിലുള്ള ഈ 4 രാശികൾക്കായിരിക്കും കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് മോശമെന്നല്ല. അതേമാതിരി ഈ ഒരു രാശിക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളെ നടക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ്. ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ഡ്രീം. നമ്മുടെ ഏറ്റവും നല്ല ഒരു ബർത്ത് ഹൗസ് ഉണ്ട്, 11th ഹൗസ്. 11th ഹൗസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, ആത്മസാക്ഷാത്കാരം. നമ്മളിപ്പോൾ ഈ ബർത്തിയായിട്ട് ചെക്ക് ചെയ്യുമ്പോഴും ചില ആൾക്കാർക്ക് 11th ഹൗസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഹൗസാണ് പറയാൻ. കാരണം നമുക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാൾ, കാരണം അത് സാധാരണ പ്രേക്ഷകർ കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്, ഒരാളിപ്പോൾ കല്യാണം കഴിച്ചു, അവർക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് ഇല്ലെന്ന് വരിക, കല്യാണത്തിൻ്റെ കൊണ്ട് അർത്ഥശൂന്യമായില്ലയോ? അപ്പം അവിടെ എല്ലാത്തിനും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നതിന് അവിടെ നമ്മൾ 90% മാർക്ക് കൊടുക്കേണ്ട ഈ ഒരു 11th ഭാവത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അല്ലെന്നൊരു ചില കുട്ടികൾ പോലും ഉണ്ടായിട്ട് അച്ഛനും മക്കളും കൂടെ ചേരാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഉള്ളത്. ഈ ആത്മസാക്ഷാത്കാരം പല രീതിയിലുള്ള ഈ ഒരു ബർത്തിയായിട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഒരുപാട് സയൻസുകളുണ്ട്. അപ്പം ഇങ്ങനെയും ഉള്ള കാര്യങ്ങളിലൂടെ നമ്മളിവിടെ ടച്ച് ചെയ്ത് പോകാതിരിക്കാൻ പറ്റിയല്ല.